മനസ്സിലാക്കണ്ട, നമ്മുടെ ഹൃദയത്തിലോട്ടങ്ങ് എടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ കേട്ടത് നാരദ ഭക്തി സൂത്ര എന്ന് പറഞ്ഞാൽ പേരിൻ്റെ അകത്ത് തന്നെയുണ്ട് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ആരാണ് പറയുന്നത് എന്നൊക്കെ എൻ്റെ വാക്കിൽ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. നാരദ മഹർഷി എന്ന് പറയുന്ന ഒരു മഹർഷി ഉള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നമ്മളുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹർഷിയാണ്. അപ്പോൾ അദ്ദേഹം നാരായണന്റെ ഏറ്റവും വലിയ ഭക്തനായിട്ടാണ് അറിയപ്പെടുന്നത്. എല്ലാ സമയത്തും നാരായണ നാരായണ ചൊല്ലിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു അപഖ്യാതിയും കൂടിയുണ്ട് അല്ലേ, എല്ലാവരും ചെന്ന് കൂട്ടിപ്പിടിപ്പിക്കുന്ന ആൾക്കെന്നുള്ള രീതിയിലുള്ള ഒരു അപഖ്യാതിയും കൂടെ പറയുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം ചേരാത്ത അറ്റങ്ങളെ കൂട്ടി ചേർക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഭക്തിയെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ ശ്രമം നടത്താന്ന് പറയാൻ കാര്യം, ഇത് നമുക്ക് വാക്കുകൾ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ആൾക്കാരുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമ്മുടെ ഹൃദയത്തിലുണ്ട്, പക്ഷെ അത് വാക്കുകൾ കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ എന്താണ് ഭക്തി? ഇന്നലെ കേട്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയണം കേട്ടോ. എന്താണ് ഭക്തി ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആൾക്കാരെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സ്നേഹം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അറിയാവോ? അറിയാം. ആ സ്നേഹത്തിനെ നമുക്ക് വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റുമോ? അതൊരു അനുഭവമാണ്. അപ്പൊ നിങ്ങൾ ഈ ഫാനിന്റെ കീഴിൽ ഇരിക്കുന്നുണ്ട്, ഫാനിന്റെ കാറ്റ് വന്ന് നിങ്ങളുടെ ദേഹത്ത് തട്ടുന്നുണ്ട്. അത് വാക്കിലൂടെ ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇല്ല. നമ്മുടെ ശരീരത്തിൽ വന്ന് സ്പർശിക്കുന്ന നമുക്കറിയാം, പക്ഷെ ഇതെങ്ങനെ വാക്കുകൊണ്ട് പറയുന്നത്? അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതിന്റെ അപ്പുറത്തിലാണ് ഈ സ്നേഹം എന്ന് പറയുന്ന കാര്യം. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്നേഹം എന്ന് പറയുന്ന കാര്യം അങ്ങനെ വാക്കുകൊണ്ട് വിവരിക്കാവുന്നതാണ്. അപ്പൊ എന്താണ് ഭക്തി എന്ന് നാരദ മഹർഷി പറയുന്നത്? നമ്മൾ ആൾക്കാരെയൊക്കെ സ്നേഹിക്കുന്നത് ഓരോ പേരിലാണ്, ഓരോ രീതിയിലാണ്. മക്കളെ സ്നേഹിക്കുന്ന പോലെയല്ല നമ്മൾ ഭാര്യയെ സ്നേഹിക്കുന്നു അല്ലേ? ഭാര്യയെ സ്നേഹിക്കുന്ന പോലെയല്ല അയൽക്കാരെ സ്നേഹിക്കുന്നു. അങ്ങനെ ഭാര്യയെ സ്നേഹിക്കുന്ന പോലെ ആൾക്കാരെയൊക്കെ സ്നേഹിക്കാൻ പോയാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു രീതി, ആൾക്കാരെ സ്നേഹിക്കുന്ന ഒരു രീതി, സുഹൃത്തുക്കളെ സ്നേഹിക്കുന്ന ഒരു രീതി, ഓരോ രീതിയും. നമുക്ക് നമ്മുടെ പേരക്കുട്ടികളുണ്ടെങ്കിൽ അവരോടുള്ള സ്നേഹം വേറൊരു രീതിയാണ്. അങ്ങനെ ഓരോ ആൾക്കാരോടുമുള്ള ബന്ധത്തിനനുസരിച്ച് നമ്മുടെ സ്നേഹം മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്നേഹമല്ല എന്താണെന്ന് നമുക്ക് അറിയുകയും ചെയ്യും. സ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല ത്യാഗങ്ങളും സഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ ഇത് നമുക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇറ്റ് ഈസ് ബിയോണ്ട് പ്രൂഫ് എന്നാണ്. അപ്പം ഈ സ്നേഹം തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നതെന്ന് പറയുന്നത് ശൈശവത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന് അമ്മയോടുള്ള സ്നേഹമാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, പിഞ്ചു കുഞ്ഞിനോട് നമുക്ക് എല്ലാവർക്കും സ്നേഹം തോന്നും. അല്ലെങ്കിൽ അവന്റെ നിഷ്കളങ്കതയോട് കൂടിയിട്ട് ബാല്യത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള കുഞ്ഞ് അവന്റെ കുസൃതികളൊക്കെ കാണുമ്പോൾ നമുക്ക് ദേഷ്യമൊന്നും തോന്നുന്നില്ല. എന്താ? അവന്റെ ആ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു ഭാവം കൊണ്ട് നമുക്ക് എപ്പോഴും അവനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പിഞ്ചു കുഞ്ഞിനോട് അമ്മയ്ക്കുള്ള ഒരു സ്നേഹം, അതാണ് ഏറ്റവും ഉദാത്തം എന്ന് പറയുന്നത്. അമ്മയുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് ഭൂമിയിലേക്ക് പിറന്ന തന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സൃഷ്ടി, അതിനോടുള്ള സ്നേഹമാണ് ഏറ്റവും ഉയർന്ന സ്നേഹം എന്ന് നമുക്ക് ഈ ജീവിതത്തിൽ പറയാവുന്ന ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത്. ബാക്കിയുള്ള പ്രശ്നങ്ങൾ, ബാക്കിയുള്ളവരൊക്കെ നമ്മളെ തിരിച്ച് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിയല്ലേ? സ്നേഹിക്കുന്നവരൊക്കെ വിഷമിപ്പിക്കുന്നില്ലേ? അവരെ വിഷമിപ്പിക്കുന്നുള്ളൂ, വേറെ ആരും നമ്മളെ വിഷമിപ്പിക്കുന്നില്ല. അതാണ് സത്യം. നമ്മൾ ആരെയാണോ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കാത്തിരിക്കുകയാണ്. അപ്പം ഈ അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തിനെ നമ്മൾ അനന്തത കൊണ്ട് ഗുണിക്കുക എന്ന് വിചാരിക്കുക. അനന്തമായിട്ടുള്ളൊരു സംഖ്യ, അതായത് അവസാനമില്ലാത്ത ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഭക്തിയുടെ അടുത്തെങ്ങും എത്തില്ല എന്നാണ്. അപ്പം പിന്നെ ഭക്തിയെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സർവ്വചരാചരങ്ങളും എൻ്റെ ഭാഗമാണ്, എൻ്റെ ഭാഗമാണെന്നുള്ള തോന്നൽ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടങ്ങിയിരിക്കുമോ? അവിടെ അടങ്ങിയിരിക്കുമോ? ഇല്ല. നമ്മൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് വില കൊടുത്ത് ഇറങ്ങിത്തിരിക്കും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ത്യജിക്കും. ശരിയല്ലേ? അതെന്നുവെച്ചാൽ കാരണം അത് എൻ്റെ ഭാഗമാണ്. ആ ഒരു തോന്നലുള്ളതുകൊണ്ടാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട് കാര്യം അതാണ്. നമ്മുടെ സുഖം പിന്നെ നമ്മളവിടെ നോക്കത്തില്ല. അത് നമുക്കൊരു പ്രശ്നമേ അല്ല. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേദന മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടും തയ്യാറാവും. കാരണം എന്താ? അതെൻ്റെ സ്വന്തമാണ്, എൻ്റെ ഭാഗമാണ്. അതാണ് സ്നേഹം. അപ്പം ഈ ഒരു ഭാവം സർവചരാചരങ്ങളോടും തോന്നുകയാണെങ്കിൽ നമ്മൾ ഭക്തിയിൽ ഉയർന്നു എന്നാണ്. എല്ലാത്തിനോടും, എല്ലാവരോടും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിലുള്ള ഗുരുദേവ്. ഗുരുദേവ് പറയുന്നത് എന്താണെന്ന് പറയും, ലോകത്ത് എവിടെ വേദന ഉണ്ടായാലും അതെന്നെ ബാധിക്കും. അതുകൊണ്ട് എനിക്ക് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഈ പ്രായത്തിലും ഇങ്ങനെ കിടന്നുകൊണ്ട് ഈ ലോകം മുഴുവനും പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട്, അമേരിക്കയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കിടന്ന് ഉറങ്ങും. എന്താ? ജെറ്റ് ലാഗ് എന്ന് പറയും. അതായത് ടൈം സോണുകൾ തമ്മിലുള്ള വ്യത്യാസത്തിൽ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞൊരു സംഭവം പറയും. നമുക്ക് ഈ പകലും രാത്രി നമ്മളെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെടത്തില്ല.
ഗുരുജി എത്ര ഭൂഖണ്ഡങ്ങളാണ് ഒരാഴ്ചയിലൊക്കെ കടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം അദ്ദേഹം ഭക്തിയിൽ പൂർണ്ണമായിട്ടും ഉയർന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അടങ്ങിയിരിക്കാൻ പറ്റാത്തതുപോലെ തന്നെ ഈ ലോകത്തിൽ എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഗുരുജിക്ക് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് അദ്ദേഹത്തിന്റെ സ്വന്തം വേദനയായിട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പൊ ഈ ഭക്തിയിൽ ഉയർന്നാലുള്ള ഗുണം എന്താണ്? അത് അമൃത സ്വരൂപാച, ഒരിക്കലും നശിക്കാത്ത സ്നേഹമാണ്. ഒരിക്കലും നശിക്കാത്ത സ്നേഹം. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ ഈ പിഞ്ചു കുഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ പിഞ്ചു കുഞ്ഞ് രാത്രി 3 മണിക്കൊക്കെ നമ്മൾ നല്ല ഉറക്കമുള്ള സമയത്ത് കിയോ കിയോ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കരയുമ്പോഴേ എത്ര സ്നേഹമുള്ള അമ്മയ്ക്കും ഒരു ദേഷ്യമൊക്കെ വരും അല്ലേ? ആ കുഞ്ഞിനോട് ഒരു നിമിഷം വന്നാലും അത് വീണ്ടും വാത്സല്യമായിട്ട് തിരിച്ചു വരും. എന്നാൽ പോലും ആ സ്നേഹത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം വരും. ഈ കുഞ്ഞി രാത്രി എത്രയൊക്കെ കരഞ്ഞിട്ടും എത്രയൊക്കെ നമ്മൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പിന്നെയും കിടന്ന് കരയുമ്പോൾ അറിയാതൊരു അസ്വസ്ഥത വരും. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ സ്നേഹം മാറുന്നുണ്ടെന്നാണ്. അങ്ങനെ മാറാത്ത സ്നേഹമാണ് ഭക്തി. ഒരിക്കലും മരിക്കാത്ത സ്നേഹം, ഒരിക്കലും മരിക്കാത്ത സ്നേഹമാണ് ഭക്തി. അപ്പൊ ആ ഭക്തി എവിടെയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സ്നേഹം എവിടെയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ കേന്ദ്രത്തിലാണ്. പുറത്തൊന്നുമല്ല ഭക്തിയുള്ളത്. ആ കേന്ദ്രവുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ ശാന്തത നമ്മൾ ജീവിച്ചതിന് ശേഷം അനുഭവിച്ചിട്ടുള്ള ഒരു സമയമാണ് സുദർശനക്രിയ കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു സമയമുണ്ടല്ലേ? എല്ലാവരും സുദർശനക്രിയ ചെയ്തവരല്ലേ? സുദർശനക്രിയ മിക്കവാറും നമ്മൾ ആദ്യം കോഴ്സ് ചെയ്ത സമയത്ത് കിടക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ട്. അതുവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു അനുഭവം. എവിടെയാണെന്നറിയാൻ വയ്യ. അത് കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുമ്പോൾ എന്താ ഒരു സുഖം! ശരിയാണോ? യെസ്, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സുഖം. അത് നമ്മുടെ ഒരു ആഗ്രഹവും സാധിച്ചിട്ടല്ല. നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചിട്ടോ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇരുന്നിട്ടോ നമ്മുടെ കടം തീർന്നിട്ടോ നമ്മുടെ നടുവേദന മാറിയിട്ടോ ഒന്നുമല്ല. എന്തോ ഒരു ഭയങ്കര സുഖം, എല്ലാവരോടും ഭയങ്കര സ്നേഹം. ശരിയല്ലേ? പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറും. കുറച്ച് സമയത്തേക്ക് പക്ഷെ നമ്മൾ ഗ്ലിംസ് പോലെ നമ്മുടെ ഉള്ളിലുള്ള ഭക്തി ഓരോ പ്രാവശ്യവും ഗുരുജി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഭക്തി, ആ സ്നേഹം എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് നാരദ ഭക്തി സൂത്രാസ്. ആ സൂത്രാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്രവുമായിട്ട് നമ്മളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകും, കാരണം നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. അതെന്താന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിലും ആ ഒരു സുഖം, ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരബോധമില്ല, നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നില്ല, നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, നമ്മുടെ ഓർമ്മ പ്രവർത്തിക്കുന്നില്ല, നമുക്ക് ഈഗോ ഇല്ല. ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കിടക്കുന്ന ഒരു കിടപ്പാണത്. ആ സമയമേ കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ ഒരു സുഖം അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞ ഏകദേശം ഒരു ധാരണ കിട്ടും. ഗുരുജി മുഴുവൻ സമയം ആ സുഖവുമായിട്ട് നടക്കുന്ന ആളാണ്. ഒരു പുറത്തുനിന്ന് ഒരു വസ്തുവും വേണ്ട അദ്ദേഹത്തിന്റെ ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് മുഴുവൻ സമയം. ഇത് നമുക്കും പറ്റും. നമ്മുടെ ഉള്ളിലും അതേ കാര്യം തന്നെ നമ്മുടെ ഉള്ളിലും ഉണ്ട്. അത് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് സുദർശനക്രിയയിലൂടെ അദ്ദേഹം ചെയ്യുന്ന വലിയൊരു കാര്യം. അല്ലെങ്കിൽ ഏറ്റവും വലിയ മനുഷ്യരാശിക്ക് ഏറ്റവും കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഏറ്റവും വലിയ സമാധാനം എന്നുള്ള ഒരു കാര്യം അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്? അമൃതോഭവതി, അത് ഒരിക്കലും നാശമില്ല. നമ്മൾ ഒരിക്കലും നാശമില്ലാത്തതാണെന്നുള്ള സത്യം. നമ്മുടെ ഈ ശരീരത്തിന് മാത്രമേ മാറ്റുള്ളൂ. ഈ നമ്മുടെ ഉള്ളിലെ ഊർജം അത് അനന്തമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അതിനെ നമ്മൾ ആത്മാവെന്ന് വിളിക്കുന്നുണ്ട്, ഗുരു എന്ന് വിളിക്കുന്നുണ്ട്, ഈശ്വരൻ എന്ന് വിളിക്കുന്നുണ്ട്. അതേ ചൈതന്യം തന്നെ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അതിനൊരിക്കലും മാറ്റമില്ല എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാകും. അതോടൊപ്പം തന്നെ സിദ്ധോഭവതി, ഒരു പൂർണ്ണത എല്ലാ നിമിഷവും നമുക്ക് അനുഭവിക്കാൻ വേണ്ടി തുടങ്ങും. ഒരു കുറവും നമുക്കില്ലാത്ത ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതോടൊപ്പം തന്നെ തൃപ്തോഭവതി, എപ്പോഴും തൃപ്തിയായിട്ടിരിക്കാവുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നലെ ഒന്ന് ചുരുക്കമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ ചാപ്റ്ററിന്റെ പേര് ആഗ്രഹങ്ങൾക്ക് അപ്പുറത്താണ് ഭക്തി എന്നുള്ളതാണ്. ബുദ്ധൻ ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണം. ഇവിടെ ആശമാരും ഇല്ലല്ലോ അല്ലേ? ഒരു ക്ലാസ്സിൽ പറഞ്ഞപ്പം വലിയ പ്രശ്നം ഉണ്ടായതാ. എന്നെ കുറിച്ച് തന്നാലും സാർ അങ്ങനെ പറഞ്ഞ മോശമായെന്നും പറഞ്ഞുകൊണ്ട് ഒരാശയം എഴുന്നേറ്റ് വന്നു. ആ ഒരു ആശയം ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ നോക്കിയാലറിയാം, ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം. ഗുരുജി പറയുന്നത് അമേരിക്കയിൽ ഒരു പാവയെ കണ്ടുപിടിച്ചു. ഈ പാവ എന്ത് ചോദിച്ചാലും ഇരട്ടിയാക്കി തരും. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പം ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചൈനക്കാരുണ്ടാക്കി. ചൈനക്കാരെങ്ങനെയാണല്ലോ എല്ലാ സാധനത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. അങ്ങനെ ചൈനക്കാർ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഒരു ഇന്ത്യക്കാരൻ അത് പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇന്ത്യയെ കൊണ്ടുവന്നു, പാവയെ കൊണ്ടുവന്നു. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. എന്ത് ചോദിച്ചാലും ഇരട്ടിയാക്കി തരുന്ന പാവയാണല്ലോ. അപ്പോൾ അയാൾ റൂമിൽ കൊണ്ടുവച്ചു, ആരും കാണാതിരിക്കുകയാണ്. കാരണം വെച്ചാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇങ്ങനെ ഒരു സാധനത്തിന് എന്തായാലും കിട്ടില്ല. എന്ത് ചോദിച്ചാലും എന്ത് ചെയ്യും? ഇരട്ടിയാക്കി തരും.
അപ്പം വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് 1 കോടി രൂപ വേണമെന്ന് പറഞ്ഞു. ഉടനെ പാവ പറഞ്ഞു എന്താണെന്നറിയോ, എന്ത് ഞാൻ 1 കോടി 2 കോടി ചോദിക്കൂ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എന്നാൽ 2 കോടി രൂപ തരൂ. ഉടനെ പാവ എന്താ പറയുന്നത്, എന്ത് ഞാൻ 2 കോടി ചോദിക്കുന്നത് 4 കോടി രൂപ ചോദിക്കൂ എന്ന് പറഞ്ഞു. അപ്പം പറ എന്നാ പിന്നെ 4 കോടി താ. എന്തിനാണ് 4 കോടി 8 കോടി ചോദിക്കൂ. അപ്പൊ വീണ്ടും എന്നാ പിന്നെ 8 കോടി താ. എന്തിനാണ് നിങ്ങൾ 8 കോടി ചോദിക്കുന്നത്, 16 കോടി ചോദിക്കൂ. ഈ പാവയ്ക്ക് എന്ത് മാത്രമേ അറിയുള്ളൂ, ചോദിക്കുന്നവർക്ക് ഇരട്ടിയാക്കി കൊടുക്കാനേ അറിയുള്ളൂ. ഈ ആഗ്രഹം ഇങ്ങനെ ഇരട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹത്തിന്റെ അവസ്ഥ എന്നാണ്. 2 രീതിയിൽ നമ്മൾ അതൃപ്തരാകുന്നുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ആഗ്രഹം സാധിക്കുന്നില്ല, അത് സാധിച്ചില്ലല്ലോ എന്നാലോ സാധിച്ചില്ലല്ലോ. ഇങ്ങനെ സാധിക്കാത്തത് കാരണം നമ്മൾ ഭയങ്കര വിയർപ്പിച്ച മുഖമായിട്ടിരിക്കും. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി ആഗ്രഹം സാധിച്ച കാരണം അതൃപ്തിയില്ല. ഇത് ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല ഇതൊക്കെ സംഭവം. ആദ്യത്തേത് ഗുരുജി പറയുന്നത് ഈ സമ്പന്ന രാജ്യങ്ങളിൽ നമുക്ക് പൈസ ഇല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, പൈസ കുറച്ചായി കഴിയുമ്പോൾ എനിക്ക് സമാധാനമാകും. അന്നേരമാണ് എനിക്ക് ആ ബാങ്കിൽ കുറെ പൈസ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു 5 കോടി രൂപ ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാം. ഇതാണ്. ഇനി പൈസ കിട്ടിക്കഴിഞ്ഞാലോ, പൈസ കിട്ടിയിട്ട് അധികാരം കിട്ടുന്നില്ല, പ്രശസ്തി കിട്ടുന്നില്ല. അപ്പൊ ഈ പൈസ വന്നെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള തൃപ്തി കിട്ടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെന്നറിയോ, പൈസ ഇല്ലാത്തവർ മാത്രം. അതാണ് അവരുടെ പ്രശ്നം. പൈസ ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് ദുഃഖം. അപ്പൊ ഗുരുജി പറയുന്നത് ആഗ്രഹം സാധിക്കാത്തവരെ കഴിഞ്ഞും കൂടുതൽ ദുഃഖിതരായിട്ടിരിക്കുന്നവർ ആഗ്രഹം സാധിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. മുല്ല നസറുദ്ദീൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, എല്ലാവരും കേട്ടിട്ടില്ലേ? ഹോജ എന്നൊക്കെ വിളിക്കും. ഹോജ ഒരു കഥാപാത്രമായിട്ട് പറയുന്നതാണ്. ഈ വടക്കേന്ത്യയിലെ ഒരു നാടൻ കഥകളിലെ കഥാപാത്രമാണ് നസറുദ്ദീൻ ഹോജ, മുല്ല നസറുദ്ദീൻ. അപ്പൊ മുല്ലയ്ക്ക് എപ്പോൾ നോക്കിയാലും മുല്ല ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കും, ഒരു സന്തോഷവും ഇല്ല. എപ്പോൾ നോക്കിയാലും മുഖം വെറുപ്പിച്ച് പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പുള്ളിയുടെ പരിപാടി. പുള്ളി കൃഷിക്കാരനാണ്. അപ്പം എല്ലാ വർഷവും കൃഷി ഏതെങ്കിലും രീതിയിൽ നശിക്കും. ഒന്നെങ്കിൽ കൂടുതൽ മഴ പെയ്യും, അല്ലെങ്കിൽ മഴ പെയ്യത്തില്ല. എന്തൊക്കെയാന്ന് പറഞ്ഞാലും പുള്ളിക്ക് നഷ്ടമാണ്. അപ്പം വരുന്നവരുടെ അടുത്തെല്ലാം പുള്ളി പരാതിയാണ്, ഇപ്രാവശ്യവും കൃഷിയെല്ലാം നശിച്ചു. എങ്ങനെ പരാതി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ കറക്റ്റായിട്ട് പെയ്തു, പുള്ളിക്ക് നല്ലപോലെ വിളവുണ്ടായി, ഗോതമ്പൊക്കെ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നു എന്നിട്ട് ആൾക്കാർ ചോദിച്ചു, ഹോജ ഇപ്പം എങ്ങനെയുണ്ട്? രക്ഷയിൽ, ഇനി ഇതെല്ലാം കൊയ്യണം, എന്തെല്ലാം പണികൾ കിടക്കുന്നറിയോ, ഇതെല്ലാം കൊയ്ത് ഇനി വിൽക്കാൻ പോകണം, ചാക്കി നിറയ്ക്കണം, ഒരുപാട് കാണുന്ന നടക്കുക. പണ്ട് ഇത് നശിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, പണിയൊന്നും എടുക്കണ്ടായിരുന്നു എന്നാണ്. ചില ആൾക്കാർ ഇതുപോലെയാണ്. ആഗ്രഹം സാധിച്ചാലും പ്രശ്നമാണ്. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാകും, നമുക്ക് സമാധാനമാകും, നമുക്ക് ഭയങ്കര പിന്നെ അത് കിട്ടിയിട്ട് വേണം എനിക്ക് എല്ലാവരും ഒന്ന് സ്നേഹിക്കാൻ. അല്ല, ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട്. അല്ലാതെ ഈ ആഗ്രഹം സാധിക്കാത്ത കാരണം നമുക്ക് എപ്പോഴും അതൃപ്തിയാണല്ലോ, മുഖം ഇങ്ങനെ വീർത്തിരിക്കുക. അതാണ് ആദ്യത്തെ കാറ്റഗറി. ആഗ്രഹങ്ങളൊന്നും സാധിക്കുന്നില്ല, ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ്. എനിക്ക് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ എവിടുന്നെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞാൽ നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല, അത്ര എളുപ്പമൊന്നും അല്ല പെണ്ണുങ്ങളായിട്ടുള്ള അതല്ല സാറേ, എനിക്ക് ഒരു ഈഗോയും ഇല്ല, ഞാൻ എന്ത് പറഞ്ഞാലും കേട്ടോളാം. ആരെങ്കിലും ഒരു പെണ്ണിനെ ഒന്ന് സ്നേഹിച്ചാൽ മതി, അവൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം, എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം, ഒരു അടിമയെ പോലെ ഞാൻ ജീവിച്ചോളാം. ഇതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടെന്ന് ഞാൻ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. അല്ല സാറേ, സാറിന് അറിയാൻ വയ്യാനിട്ടാ, ഞാൻ അതുപോലെ കുതിക്കുന്നുണ്ട് സാറേ, ഒരു പെൺകൊച്ചെന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതി. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് തിരിച്ച് വണ്ടിയെ വരിക, ബാംഗ്ലൂരിൽ നിന്ന് വരിക കേട്ടോ. അപ്പോൾ ഒരു കോള് വന്നിട്ട് എടുത്തപ്പം ഇവന്റെ പേര് ചോദിച്ചു, ഇന്ന ആളാണോ ചോദിച്ചു. അപ്പോൾ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പണ്ട് ഒരു 3 വർഷം മുമ്പ് നിങ്ങൾ ഇങ്ങനെ സ്ഥലത്ത് ഒരു പെണ്ണ് കാണാൻ വന്നില്ലായിരുന്നു, എന്നിട്ട് നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ചോ എന്നാ ചോദിച്ചു. അവൻ സ്പീക്കറിൽ ഇട്ടിരിക്കും, നമ്മൾ കേട്ടോണ്ടിരിക്കുക. നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ചോ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ 3 വർഷം മുമ്പ് നിങ്ങൾ പെണ്ണ് കാണാൻ വന്ന അവിടുത്താണ്, അന്ന് അവൾക്ക് കല്യാണം കഴിക്കേണ്ടതെന്ന് നിങ്ങളോട് പറഞ്ഞു വിട്ട, ഇപ്പം അവൾക്കും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാമെന്ന് പറഞ്ഞു. ഇവനിൽ പൊട്ടിയില്ലേ. പിന്നെ ഈ പെണ്ണ് ഇവനും തമ്മിലായി സംസാരിച്ച് രണ്ടുപേർ പിന്നെ ഫോൺ താഴെ വെക്കാൻ സമയമില്ല, ഫുൾ ടൈം ഫോണില്ല. ഇവർ 2 ദിവസം കൊണ്ട് തന്നെ പ്രേമത്തിലായി. അങ്ങനെ അവൻ വിചാരിക്കുന്ന പോലെ അവനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടി. പിന്നെ അവൻ്റെ ജീവിതം അതാണ്, അതുമായിട്ടാണ്. ഞങ്ങൾ നവരാത്രി പൂജയ്ക്കൊക്കെ പോയാൽ ഇവനെ പൂജയ്ക്ക് വരത്തില്ല, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. എന്താ ഇന്ന് ഭയങ്കര ബോഡി പെയിൻ, ഇവളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന. അങ്ങനെ കല്യാണം എന്തായാലും 2 മാസത്തിനുള്ളിൽ കല്യാണമൊക്കെ നടത്തി ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു കുട്ടിയൊക്കെ ആയി കേട്ടോ. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു കോള് വരും, എൻ്റെ സാറേ ഈ സ്ത്രീ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല സാറേ.
ഞാൻ ചെയ്താ സാറേ ഒരു ആണാന്നുള്ള പരിഗണനയൊക്കെ എനിക്ക് തരണ്ടേ? എന്നെ അങ്ങ് അപമാനിക്കുകയാണ് സാറേ. എനിക്കിപ്പോൾ ജീവിക്കണമെന്ന് തന്നെ ഇല്ല. ഞാൻ പറഞ്ഞടാ മോനെ, ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചതുപോലെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. നീ പറഞ്ഞതല്ലേ നിനക്ക് എന്തൊക്കെ അവമാനം സഹിച്ചാൽ ഒരു പെണ്ണിന്റെ സ്നേഹം കിട്ടിയാൽ നീ ജീവിച്ചോളാന്ന് പറഞ്ഞതല്ലേ. നല്ല സാറേ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ ശ്രീ എവിടെയെങ്കിലും പോയാൽ പുള്ളിക്ക് എന്തൊരു സന്തോഷം എന്നറിയും. ശ്രീ പോയി കേട്ടോ, ഓ ശ്രീയെ വീട്ടിൽ കൊണ്ടാക്കി, ഇനി സമാധാനമായിട്ടൊന്നും ഇരിക്കുക. അപ്പം ഇങ്ങനെയാണ് പല ആഗ്രഹ പൂർത്തീകരണങ്ങളും. നമുക്ക് ഈ ആഗ്രഹ പൂർത്തീകരണങ്ങൾ പലപ്പോഴും നമ്മളെ കുഴപ്പത്തിലാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. നമ്മൾ തന്നെ ജീവിതത്തിൽ പലപ്പോഴും നോക്കിയാൽ അറിയും, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു കാര്യമായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്തറിയോ, അത് കിട്ടിയാൽ എനിക്ക് പിന്നെ ഒന്നും വേണ്ട, അത് മാത്രം കിട്ടിയാൽ മതി, എൻ്റെ അവസാനത്തെ ആഗ്രഹം, ഇനി ഞാൻ ഒന്നും ചോദിക്കില്ല, ഇത് മാത്രം മതി. കിട്ടിക്കഴിയുമ്പോഴല്ലേ മനസ്സിലാകുന്ന സംഭവം ഇത് ഞാൻ വിചാരിച്ച പോലൊന്നും അല്ല, ഇത് എന്നെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത കാര്യമാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നു. അപ്പം നമുക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹ പൂർത്തീകരണങ്ങളൊക്കെ ഇങ്ങനെയാണ്. അതിനോടൊപ്പം ദുഃഖം കൂടി ഉണ്ട്. ഏത് ആഗ്രഹ സാധീകരണത്തിനോടൊപ്പം നമുക്ക് എന്തും കൂടെ വരുന്നുണ്ട്, അതിൻ്റെ ബാലായിട്ട് പ്രശ്നവും കൂടെ വരും. അപ്പം അങ്ങനെയാണ്. അപ്പം ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? നസറുദ്ദീൻ ഖോജയുടെ കാര്യം തന്നെ വീണ്ടും പറയും. നസറുദ്ദീൻ ഖോജ ഒരു ദിവസം വെളിയിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. അപ്പം റോഡ് സൈഡിലാണ് വീട്. അപ്പം എല്ലാവരും ചോദിച്ചു, ഇതെന്താ സംഭവം, നസറുദ്ദീൻ ഖോജ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ വണ്ടിയുടെ താക്കോല് കാണാതെ പോയി തപ്പിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം നാട്ടുകാരെല്ലാവരും മുറ്റത്ത് തപ്പാൻ തുടങ്ങി. അങ്ങനെ തപ്പി ഒരു ഇഞ്ച് പ്ലേസ് ഇല്ല. അപ്പോൾ വരുന്നവർ പുള്ളിയുടെ കൂട്ടത്തിൽ കൂടുക തപ്പാൻ വേണ്ടിയിട്ടാണ്, കാരണം വണ്ടിയുടെ കീയല്ലേ. അങ്ങനെ മാക്സിമം തപ്പിയിട്ട് സാധനം കിട്ടുന്നില്ല. അവസാനം ഇവർക്കൊക്കെ സംശയമായി, ഖോജ ഇത് എവിടെയാ ശരിക്കും പോയത് റൂമിൻ്റെ അകത്താ, അവിടെ ഭയങ്കര ഇരുട്ടല്ലേ, അത് കാരണം ഞാൻ ഇവിടെ വെളിച്ചമുള്ളതുകൊണ്ട് സൗകര്യമുള്ള കാരണം ഇവിടെ വന്ന് തപ്പുന്നതെന്നാണ് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെയാണ്, എവിടെയാണോ സന്തോഷമുള്ളത് അവിടെ മാത്രം നമ്മൾ നോക്കുന്നില്ല. എന്നിട്ട് നമുക്ക് സൗകര്യമുള്ളിടത്തു നിന്ന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുമോ? ഇല്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം എപ്പോഴും. ഇതെന്താണെന്നറിയാം, ഇത് എത്രയൊക്കെ അനുഭവം കിട്ടിയാലും നമ്മൾ പഠിക്കില്ല. പിന്നെയും വിചാരിക്കും ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് എനിക്ക് തൃപ്തിയാകും, ഈ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയാകും. അങ്ങനെ അതിൻ്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആഗ്രഹം സാധിച്ചില്ലെങ്കിലും പ്രശ്നം, ആഗ്രഹം സാധിച്ചാലും പ്രശ്നം. ബുദ്ധന്റെ ജന്മമൊക്കെ നോക്കിയാൽ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് ജനിച്ചത്. അപ്പം ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ജ്യോത്സ്യന്മാർ പറഞ്ഞു, ഇദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സന്യാസിയായി തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവായിരുന്നു അച്ഛൻ. അപ്പോൾ രാജാവിന് ഒട്ടും താല്പര്യമില്ല മോനെ സന്യാസിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം വളരെയധികം സൂക്ഷിക്കണം, ദുരിതങ്ങളൊന്നും ഇവനെ കാണാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ചെറുപ്പം മുതൽ ഇദ്ദേഹത്തിനെ വളർത്തിക്കൊണ്ടിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു അന്തരീക്ഷത്തിലായിരുന്നു. ചുറ്റും ചെറുപ്പക്കാരായിട്ടുള്ള പരിചാരകർ മാത്രം. പ്രായമായ ആരും ഒരു മനുഷ്യൻ പോലും അയാളുടെ മുമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. രോഗികളൊന്നും കാണാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഒരു എപ്പോഴും പച്ച ഇലയുള്ള വൃക്ഷങ്ങൾ മാത്രമേ കാണാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഇല പൊഴിഞ്ഞു വീഴുന്ന പോലും കാണാൻ അനുവദിച്ചിരുന്നത്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടിയൊക്കെ ആകാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ഒരു ദിവസം പുറത്തു പോകണമെന്ന് തോന്നി. അങ്ങനെ തേരോടിക്കുന്ന തേരാളി ഉണ്ടായിരുന്നു. എനിക്കൊന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു. ഇങ്ങനെ അച്ഛൻ അറിയാതെ പുറത്തേക്ക് പോയി ഇങ്ങനെ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരു ശവശരീരം ചുമന്നുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് ശവശരീരമാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും ഇങ്ങനെ ആവുമെന്ന് ചോദിച്ചു. നിങ്ങളുടെ ശരീരം ഇതുപോലെ ആകും, നീ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത് വീണ്ടും പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ കൂഞ്ഞിക്കൂടി ചുമച്ചോന്ന് നടക്കുന്നു ചോദിച്ചു. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അത് രോഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ രോഗം വരുമോ എന്ന് ചോദിച്ചു. അപ്പം നിനക്കും വരും, നിങ്ങൾ ശരീരത്തുണ്ടെങ്കിൽ രോഗം എന്ന് പറയുന്നത് വളരെ ഉറപ്പാണ്, അതില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നാമതൊരു കാഴ്ചയും കൂടെ കണ്ടു. ഒരാൾ വയസ്സായിട്ട് ഇങ്ങനെ കൂഞ്ഞി നടക്കുകയാണ്, നടക്കാനൊന്നും ശക്തിയില്ല. അപ്പോൾ ഇതാ വാർദ്ധക്യമാണെന്ന് പറഞ്ഞു. എനിക്കും വാർദ്ധക്യമാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ആവുമെന്ന് പറഞ്ഞു. ഈ 3 കാഴ്ചകൾ കണ്ടതോടു കൂടിയിട്ട് ബുദ്ധന് കാര്യം മനസ്സിലായി, ഈ ജീവിതം മുഴുവനും ദുരിതം നിറഞ്ഞതാണ്. അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം കൊട്ടാരം വിട്ടിറങ്ങി. ഇതിന് എന്താണ് പരിഹാരം അറിയണമെന്നാണ്. അപ്പം അദ്ദേഹം അത്രയും പക്വമായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ എത്രയൊക്കെ തിരിച്ചടികൾ കിട്ടിയാലും എത്രയൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചാലും ഒക്കെ നമുക്ക് വീണ്ടും എവിടുന്നോ ഒരു സന്തോഷം കിട്ടും എന്നുള്ളൊരു ചിന്തയാണ്. എന്തോ ഒരു സാധനം എനിക്ക് ആഗ്രഹ പൂർത്തീകരണം എനിക്ക് സന്തോഷം തരും എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതങ്ങോട്ട് പിടികിട്ടുന്നേ ഇല്ല ഈ സംഭവം. അപ്പം ഈ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അടുത്ത ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ജീവിതമാകുമ്പോൾ നമുക്കല്ലേ പുതിയ കാര്യങ്ങൾ വേണം, എല്ലാം വേണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആഗ്രഹങ്ങൾ സാധിച്ചതിന് ശേഷം സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന പരിപാടി നിർത്തണം. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അസന്തുഷ്ടനാക്കുന്ന ഒരേ ഒരു കാര്യം.
ആഗ്രഹങ്ങൾ സാധിച്ചിട്ട് ഞാൻ ആഗ്രഹങ്ങളൊക്കെ വെച്ചു, പക്ഷെ അത് കിട്ടിയിട്ടേ ഞാൻ സന്തോഷിക്കുന്നുള്ളൂ, അത് കിട്ടിയിട്ടേ ഞാൻ സമാധാനിക്കുന്നുള്ളൂ, അത് കിട്ടിയിട്ടേ ഞാൻ ബാക്കിയുള്ളവരെ സ്നേഹിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ മണ്ണിൻ്റെ അടി പോകേണ്ടി വരും. ആഗ്രഹങ്ങളൊക്കെ വരും, വന്നോട്ടെ, പക്ഷേ എന്ത് സംഭവിച്ചാലും ഈ നിമിഷം അതെങ്ങനെയാണോ ഈ അവസ്ഥയിൽ ഈ സാഹചര്യത്തിൽ ഞാൻ സന്തോഷത്തോടു കൂടിയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിക്കുന്നു. ഈ ഒരു തീരുമാനം എപ്പോഴാണ് എടുക്കണ്ടേ? ഇപ്പോൾ എടുത്തോണം. നടുവേദന മാറിയിട്ടല്ല, കടം മാറിയിട്ടല്ല, മക്കളുടെ കല്യാണം നടത്തിയിട്ടല്ല, കൊച്ചുമക്കളെ കണ്ടിട്ടല്ല, കൊച്ചുമക്കളുടെ കല്യാണം നടത്തിയിട്ടല്ല. ഇപ്പം ഈ നിമിഷം, റൈറ്റ് നൗ, ദിസ് മൊമെന്റ്, ഈ നിമിഷം ഞാൻ സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കാൻ തീരുമാനിച്ചു എന്ന് ഇപ്പൊ തീരുമാനിച്ചോ, മുക്തിയായതോടു കൂടിയിട്ട്. കാരണം പല പ്രാവശ്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്ത്, ആഗ്രഹം സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും നമുക്ക് പ്രശ്നമാണ്. പക്ഷെ ഇതങ്ങോട്ട് ബുദ്ധിയിൽ അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. എന്നാലും ബിരിയാണി കൊടുത്താലോ, എന്താണ് ചിന്ത അല്ലേ? ഈ കഥ അറിയത്തില്ലേ? ഒരു സർദാർജി ഉണ്ട്. സർദാർജിമാരൊക്കെ വലിയ മണ്ടന്മാരാണെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ നല്ല ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഈ സർദാർജിക്ക് ഇതൊന്ന് മാറ്റണം. അതായത് എനിക്ക് ആൾക്കാരെ കളിപ്പിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം അറിയണം, എനിക്ക് ആൾക്കാരെ പറ്റിക്കാൻ പറ്റും എന്നുള്ള, എനിക്കും ബുദ്ധിയുള്ള ആളാണെന്ന് തെളിയിക്കണം. അങ്ങനെ പുള്ളി അവിടെ നിന്നിട്ടേ ഒരു വഴി ചൂണ്ടിക്കാണിച്ചിട്ട് ആ കടയിൽ വന്നിട്ട് ആ കടയിൽ ബിരിയാണി കൊടുക്കുന്നുണ്ടെന്നത്. അവിടെ ശരിക്കും ബിരിയാണി ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ആ വഴിക്ക് ഇങ്ങനെ ആൾക്കാരൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പുള്ളി പറയുന്നവരെല്ലാം ബിരിയാണി പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പോയവരാരും തിരിച്ചു വരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് സംശയമായി, നീ ശരിക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടോ? എന്നിട്ട് പുള്ളി അവിടെ ചെന്ന്, ചേട്ടാ ഇവിടെ ബിരിയാണി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ ഞാൻ ചോദിച്ചെന്നാണ്. എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് തന്നെ ചില സമയത്ത് സംശയം വരും. അതായത് ഈ കാര്യങ്ങളൊന്നും, ആഗ്രഹപൂർത്തീകരണങ്ങളൊന്നും യഥാർത്ഥത്തിലുള്ള മാറാത്ത സന്തോഷം നമുക്ക് തരില്ല എന്നുള്ള സത്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, പല അനുഭവങ്ങളിലൂടെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ബുദ്ധിക്ക് അത് പിടികിട്ടിയിട്ടില്ല. അത് കാരണം വീണ്ടും 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 എന്തോ സാധിച്ചിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഈ കാത്തിരിപ്പ് നമ്മൾ അവസാന നിമിഷം വരെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ നിമിഷം തീരുമാനിക്കുക, ആഗ്രഹം സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും ഈ അവസ്ഥയിൽ ഞാൻ സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ഒരു തീരുമാനം മാത്രമേ നമ്മളെ സന്തോഷിപ്പിക്കൂ. ഈ ഒരു തീരുമാനം മാത്രമേ നമ്മുടെ ഭക്തിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, അതൃപ്തിയുമായിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അതൃപ്തി. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് പ്രായം കൂടുമ്പം അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് മിക്കവാറുമുള്ള എല്ലാ നോളജ് സെഷനിലും ഗുരുജി പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാരദ ഭക്തി സൂത്രയിൽ അത് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു നിയമമാണ്. സന്തോഷത്തോടു കൂടിയിട്ടിരിക്കും, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ മുഖത്തെ പുഞ്ചിരി കളയാൻ വേണ്ടിയിട്ട് തയ്യാറല്ല എന്ന് ഞാൻ എടുക്കുന്ന തീരുമാനം. വേറെ ആർക്കും അത് നന്നാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നമ്മുടെ ഉള്ളിലേ ഉള്ളൂ അത്. പുറത്തൊരു വസ്തു നമുക്ക് തരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇത് എത്രയൊക്കെ കേട്ടാലും എത്രയൊക്കെ അനുഭവിച്ചാലും നമുക്ക് പിടികിട്ടില്ല. എന്നാലും മറ്റേതും കൂടെ കിട്ടിയാൽ കുറച്ചുകൂടെ സന്തോഷമായേനെ അല്ലേ? വീണ്ടും വരികയാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഇത് ഭക്തിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഉറയ്ക്കും. പുറത്തെ ഒരു വസ്തുവും എന്ത് തരില്ല, നമുക്ക് പൂർണ്ണമായിട്ടുള്ള തൃപ്തി തരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ള സത്യം നമുക്ക് ഉറപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഞാൻ ഉത്സാഹി ഭവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാലൻസ് ഒരിക്കലും പോകുന്നില്ല. ബാലൻസ് പോകുന്ന രണ്ട് സമയമാണ്. ഒന്ന് ഭയങ്കര ദുഃഖം വരുമ്പോൾ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരുടെ വിയോഗം അല്ലെങ്കിൽ നമുക്കൊരു പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും അപകടം വരുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ദുഃഖം വരും. അല്ലെ, ആ സമയത്ത് നമ്മുടെ ബാലൻസ് പോകും. പിന്നെ ഭയങ്കരമായിട്ടുള്ള സന്തോഷം വരുന്ന സമയത്ത്, ആ സമയത്ത് നമ്മുടെ ബാലൻസ് പോകും. ഇതുകൊണ്ടാണ് നമ്മൾ പുലാചാരവും പുല എന്നും പറയുന്ന ഒരു ആചാരം ആൾക്കാർ മരിച്ചതിന് ശേഷം നടത്താറില്ലേ? ആ സമയത്ത് എന്താ ചെയ്യുന്നത്? നമ്മൾ 16 ദിവസം നമ്മൾ ദുഃഖാചരണം നടത്തും. എന്തിനു വേണ്ടിയിട്ടാ? ആ ദുഃഖം അങ്ങ് മാക്സിമം ദുഃഖിച്ച് തീർക്കുക. ദുഃഖിച്ചിട്ട് പിന്നെ 17ാമത്തെ ദിവസം മുതൽ നമ്മൾ പുലകുളിയടിയന്തരമൊക്കെ നടത്തി വീണ്ടും ജീവിതത്തിലോട്ട് തിരിച്ചു വന്നോണം. അപ്പൊ ഈ 16 ദിവസം അമ്പലത്തിൽ നമ്മൾ പോകാറില്ല. അപ്പൊ ഈ അശുദ്ധി പുറത്തല്ല, നമ്മുടെ മനസ്സ് ദുഃഖത്തിലായിരിക്കുന്നത് കൊണ്ട് അതാണ് അശുദ്ധി. അവിടെയാണ് അശുദ്ധിയുള്ളത്. ഇപ്പൊ നമ്മൾ ആരെങ്കിലും മരിച്ചു എന്ന് വിചാരിക്കുക, അയ്യോ അയാൾ പോയാറിന് രക്ഷപ്പെട്ടല്ലോ, നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുലയില്ല. മനസ്സിലായില്ലേ? ഒരു പുലയില്ല. നിങ്ങളുടെ മനസ്സിന്റെ ശാന്തത പോയിട്ടില്ല. അയാളുടെ വേർപാട് കാരണം ഇനിയിപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് പോയ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ പുല ആചരിക്കണം. അത് നമ്മുടെ ബന്ധവുമായിട്ടുള്ളതല്ല, ശരിക്കും നമ്മുടെ മാനസികാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട. ഇതുപോലെ തന്നെയാണ് ബാലായ്മ. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ഉണ്ടായി കഴിയുമ്പോൾ
ഭയങ്കരമായിട്ടുള്ള സന്തോഷം വരും അല്ലേ, ഒരു പുതിയ ജന്മം വന്നതിൻ്റെ. പണ്ട് അതായിരുന്നു നമുക്ക് ഏറ്റവും വലിയ സന്തോഷം, ഒരു വീട്ടിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു പുതിയ കുട്ടി ജനിക്കുന്നതായിരുന്നു. ആ സമയത്ത് നമ്മുടെ മനസ്സിന്റെ ബാലൻസ് പോകും. ആ സമയത്ത് നമ്മൾ എങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. ചില ആൾക്കാരുണ്ട് അവാർഡ് കിട്ടിയെന്ന് അറിയുമ്പോൾ അന്നേരം ബോധം കെട്ട് വീഴും. പണ്ട് കലാഭവമണിയൊക്കെ അങ്ങനെ ബോധം കെട്ട് വീണായിരുന്നു ഇടയ്ക്ക്. അന്നേ ഭയങ്കര വികാര വിക്ഷോഭിതനായിട്ട് പോകും, സന്തോഷത്തെ താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒരാൾക്ക് ഒരു ലോട്ടറി അടിച്ചു 20 കോടി രൂപ. അപ്പോൾ ഈ ലോട്ടറി അടിച്ചവർ ഇയാൾ അറിഞ്ഞില്ല, ഇയാളുടെ ഭാര്യ അറിഞ്ഞു. ഇയാൾക്ക് 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ കഥ ഈ വാർത്ത ഇയാളുടെ അടുത്ത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം വെച്ചാൽ 20 കോടി രൂപ ഇവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തുകയാണ്. അപ്പോൾ ഇത് അടിച്ചു എന്നുള്ള വിവരം ഇയാളെ അറിയിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഇയാളുടെ കാര്യത്തിൽ തീരുമാനമാവും. അതുകൊണ്ട് ഭാര്യയ്ക്ക് ഭയങ്കര ടെൻഷനായി ലോട്ടറി അടിച്ചത്. ഇയാളുടെ അടുത്ത് എങ്ങനെ പറയും, പറയാതിരിക്കാനും പറ്റില്ല. അങ്ങനെ അവസാനം പള്ളിയിൽ ചെന്നിട്ട് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ ഭർത്താവ് എടുത്തൊരു ലോട്ടറി 20 കോടി അടിച്ചിട്ടുണ്ട്, ഇങ്ങേരുടെ അടുത്ത് പറയാൻ എനിക്ക് പേടിയാ, അങ്ങനെ 4 ബ്ലോക്ക് ഉണ്ട്, 2 അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാണ്, ഇത് പുള്ളിക്ക് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അച്ഛൻ വരും, അച്ഛൻ വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥനയൊക്കെ നടത്തും. പ്രാർത്ഥനയെല്ലാം നടത്തി എന്നിട്ട് എല്ലാം ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയിട്ട് പറയും, മകനെ നിനക്ക് 20 കോടി രൂപ ലോട്ടറി അടിച്ചെന്ന് വിചാരിക്കുക, നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ വളരെ ശാന്തമായിട്ട് പറയും, അച്ഛൻ അങ്ങനെ അടിക്കുകയാണെങ്കിൽ അച്ഛൻ ഞാൻ പകുതി തരുമെന്ന് പറയും. അച്ഛൻ അന്നേരം അവിടെ വീണു. പിന്നെ ആംബുലൻസ് വന്നിട്ട് അച്ഛനെ എടുത്തുകൊണ്ട് പോയി. അച്ഛന് താങ്ങാൻ പറ്റിയില്ല 10 കോടി രൂപ കിട്ടുമെന്നുള്ള വാർത്തയെ. എന്ന് പറഞ്ഞ പോലെയാണ് പലപ്പോഴും ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന വാർത്തകൾ നമുക്ക് വരുമ്പോൾ നമുക്ക് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ വികാര വിക്ഷോഭത്തിൽ അങ്ങോട്ട് ഭയങ്കരമായിട്ട് പോയിട്ട് നമുക്ക് ബാലൻസ് ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും. ഇതൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ ചെലവ് ചെയ്ത് 20,000 രൂപ എല്ലാവർക്കും ചെലവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഏജന്റിന്റെ അടുത്ത് ചെന്നപ്പോൾ 5,000 രൂപ അടിച്ചുള്ളായിരുന്നു. പുള്ളി വിചാരിച്ച ബസ്റ്റ് അടിച്ചെന്നാണ് വിചാരിച്ചു. ലോട്ടറി അടിച്ചെന്ന് കേട്ടപ്പോഴേ പുള്ളി നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ചെലവ് ചെയ്തു. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലേ. അതായത് ബാലൻസ് പോവാണ് ഭയങ്കര സന്തോഷം കാരണം. എന്നിട്ട് ബാക്കിയുള്ളവരോട് അടുത്ത് സംവേദനക്ഷമത ഇല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് കിടന്നുകൊണ്ട് ആഹ്ലാദം പ്രകടിപ്പിക്കും. അപ്പോൾ ഇത് നമ്മുടെ ആഹ്ലാദം കണ്ടുകൊണ്ട് മറ്റവൻ നന്നായല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ അവരുടെയൊക്കെ ഹൃദയത്തെ നമ്മൾ വീണ്ടും വീണ്ടും മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കിടന്ന് ഭയങ്കരമായിട്ടുള്ള വിജയാഘോഷമൊക്കെ നടത്തുന്ന സമയത്ത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാവർക്കും അത് സൂക്ഷിക്കണമെന്നില്ല. സന്തോഷം വരുന്ന സമയത്ത് നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടും. അപ്പം ഭക്തിയിൽ ഉയർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഒരു ഇളക്കമില്ലാത്ത അവസ്ഥ, സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ പറയില്ലേ. എന്ത് സംഭവിച്ചാലും, എത്ര ദുഃഖമുണ്ടായാലും എത്ര സന്തോഷമുണ്ടായാലും നമുക്ക് ഒരേ ബാലൻസിൽ തന്നെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എല്ലാം എൻ്റെ ഭാഗമാണ്. എല്ലാം എൻ്റെ ഭാഗമായതുകൊണ്ട് അവിടെ ഇളകാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അതിങ്ങനെ നല്ല എപ്പോഴും ഒരേ ആനന്ദത്തിലായിരിക്കും. ആനന്ദം എന്ന് പറയുന്ന അവസ്ഥ, സന്തോഷവും ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ആ അവസ്ഥയിൽ തന്നെ നമുക്കിങ്ങനെ തുടരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്നും ഇളക്കില്ല. എന്ത് സംഭവിച്ചാലും നമുക്ക് അനക്കമില്ലാതെ നമുക്ക് തുടരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതെവിടെയുണ്ട്? നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അപ്പം പുറത്തുള്ള ഒരു കാര്യവും നമുക്ക് എന്ത് തരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, സന്തോഷം തരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ള സത്യം അങ്ങ് ഉറപ്പിച്ചുകൊണ്ടേയിരിക്കുക, വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷെ നമ്മളൊക്കെ വീണ്ടും വീണ്ടും വിട്ടുകളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെ വീണ്ടും വീണ്ടും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാളാണ് ഈ ആഗ്രഹം സാധിച്ചാലാണ് എനിക്ക് സന്തോഷം വരുന്നത്. ആ ആഗ്രഹം അത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് സന്തോഷിക്കായിരുന്നു, ഇത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് സന്തോഷിക്കായിരുന്നു, അവിടെ പോയാൽ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം കിട്ടുമായിരുന്നു അല്ലേ. കാശ് മുടക്കി ഇവിടെ നമ്മൾ ഈഫൽ ടവർ കാണാൻ വേണ്ടിയിട്ട് പോകും പാരീസിൽ. എത്ര സമയം നോക്കി നിൽക്കും ഈഫൽ ടവറിനെ? അതോടുകൂടിയിട്ട് ജീവിതത്തിൽ ഇനി ഒന്നും വേണ്ടെന്നുള്ള അവസ്ഥയിൽ എത്തിയോ? ഇല്ല. എന്നാലും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്രാവലിംഗ് അതൊരു ട്രെൻഡാണ്. ഇപ്പൊ ഇങ്ങനെ പോവാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. ഇത് പോകണ്ടെന്നല്ല പറയുന്നത്, ഉറപ്പായിട്ടും പോകണം. ഇതൊക്കെ നമുക്ക് റിലാക്സേഷൻ തരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും ഈ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആനന്ദത്തിന്റെ അടുത്തെങ്ങ് എത്തില്ല ഒരു ആഗ്രഹ പൂർത്തീകരണം. അപ്പൊ യഥാർത്ഥമുള്ള ഭക്തി എന്ന് പറയുന്നത് ഈ ആഗ്രഹ പൂർത്തീകരണങ്ങളുടെയൊക്കെ അപ്പുറത്തുള്ളതാണ്. അത് നമ്മൾ എവിടെയുണ്ട്? ഉള്ളിൽ തന്നെയുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഈ അവസ്ഥയിൽ ഈ സാഹചര്യത്തിൽ ഞാൻ സന്തോഷത്തോടു കൂടിയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആര് തീരുമാനിച്ചു? ഞാൻ തീരുമാനിച്ചു. അത് പ്രാക്ടീസ് ചെയ്യുക. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തു ആയിക്കോട്ടെ, ഞാൻ എൻ്റെ മുഖത്തെ പുഞ്ചിരി കളയാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. ആ ഒരു തീരുമാനം മാത്രമേ നമ്മളെ സന്തോഷിപ്പിക്കുകയുള്ളൂ. ഇത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ എത്രയായാലും നമുക്ക് വീണ്ടും വീണ്ടും എന്നാലും ഈ പറഞ്ഞ പോലെ ബിരിയാണി കൊടുക്കുന്നുണ്ടോ ഒരു സംശയം തോന്നും. ആ ആഗ്രഹം സാധിച്ചിട്ട് കുറച്ചുകൂടെ സന്തോഷിക്കാം. അപ്പം നമുക്ക് ആഗ്രഹങ്ങൾ വേണ്ടേ?
ഉറപ്പായിട്ടും വേണം. പക്ഷേ ഇത് ആർത്തിയായിട്ട് മാറരുത്, അതാണ് പ്രധാനം. നിർബന്ധം വരരുത്. ഇത് സാധിച്ചിട്ടേ ഞാൻ സമാധാനത്തോടു കൂടിയിട്ട് ഇരിക്കുകയുള്ളൂ, ഇവിടെയാണ് പ്രശ്നം. അപ്പം നമുക്ക് ഈ ആഗ്രഹവും ആർത്തിയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില ആൾക്കാരുണ്ട്, ഇത് കിട്ടിയിട്ടേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ, അത് കിട്ടിയിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്, എന്നിട്ട് എപ്പോഴും വീർത്ത മുഖമായിട്ടിരിക്കും അല്ലേ. ശരിക്കും പറയണ പ്രായമാകുമ്പോൾ നമ്മുടെ മുഖത്തൊരു വലിയ തേജസ് വരണം, സന്തോഷത്തിൻ്റെയും തൃപ്തിയുടേതായിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രായമായവരുടെ കാല് തൊട്ട് വന്നിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താ, അവരുടെ കാല് തൊട്ട് വന്നു കഴിഞ്ഞാൽ അവർ തലക്കൈ വെച്ചാൽ അവരുടെ ഉള്ളിൽ വലിയൊരു തൃപ്തി കിട്ടിയിട്ടുണ്ട്, ആ തൃപ്തി അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇപ്പം നോക്കിയാൽ പ്രായമാകുന്നതനുസരിച്ച് ആൾക്കാർക്ക് ആഗ്രഹങ്ങൾ ആർത്തിയും കൂടിക്കൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിച്ച് വിഷമിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പരാതി, പിറുപിറുപ്പ്, വിഷമം. ഒന്നെങ്കിൽ നേരത്തെ ആരോഗ്യം ഇപ്പോഴത്തെ ആരോഗ്യം തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും. പണ്ട് ഞാൻ 10 കിലോമീറ്റർ ഓടുമായിരുന്നു, ഇപ്പോൾ എനിക്ക് അത്രയൊന്നും ഓടാൻ പറ്റുന്നില്ല. ഈ വയസ്സാങ്കാലത്ത് 10 കിലോമീറ്റർ ഓടിയിട്ട് എന്തോ ചെയ്യാനാ? അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയെ. എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതുകൊണ്ട് ഇത്, ഇവർക്ക് ഇതില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ കറണ്ട് പോയി ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ? അപ്പുറത്ത് പോയോ നോക്കും. ശരിയല്ലേ? അപ്പുറത്ത് പോയ എന്തൊരു സന്തോഷം. എല്ലായിടത്തും പോയതാ കേട്ടോ, കുഴപ്പമില്ല, എല്ലായിടത്തും പോയി, കുഴപ്പമില്ല. നമുക്ക് മാത്രമായിട്ടാണ് പോയതെങ്കിലും പ്രശ്നമായി കേട്ടോ. നമുക്ക് മാത്രമേ പോയിട്ടുള്ളൂ, കംപ്ലീറ്റ് കുഴപ്പമാണ്. എല്ലാവർക്കും ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എല്ലാവർക്കും തലവേദനയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് മാത്രമായിട്ട് തലവേദന വന്നാൽ വലിയ പ്രശ്നം. പക്ഷെ ഒരു കാര്യം മാത്രം നമുക്ക് പ്രശ്നമില്ല, എനിക്കുണ്ട്, അവർക്കില്ല. എന്താണെന്ന് പറയുക, കടം. അവർക്കുണ്ട്, എനിക്കില്ല, സന്തോഷമാണ്. ബാക്കി എല്ലാ കാര്യവും അവർക്കുണ്ട്, എനിക്കില്ല. ഈ കമ്പാരിസൺ നമ്മുടെ സന്തോഷം കളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ നസറുദ്ദീൻ ഖോജ തപ്പിയ പോലെ ആവരുത്. ഈ ഒരു സാധനവും പുറത്തുനിന്നുള്ള ഒരാൾക്കും നിങ്ങളെ പൂർണ്ണമായിട്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് ഉറപ്പിച്ചു. ഒരു ബന്ധത്തിലുള്ള ഒരാൾക്കും, നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾക്കും. ഇവരൊക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? റോഡിൽ പോകുന്ന ആരെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ തന്നിട്ടുണ്ടോ? ഇതുവരെ തന്നിട്ടില്ല, ഇനി തരാനും പോകുന്നില്ല. നമുക്ക് ടെൻഷൻ വരുന്നത് മുഴുവനും നമ്മളെ സന്തോഷിപ്പിക്കുന്ന വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ അവർ കാരണം എനിക്ക് സന്തോഷിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മാത്രമേ നമുക്ക് വിഷമം തന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇതങ്ങോട്ട് എത്രയായാലും മനസ്സിലാവില്ല, എനിക്കും മനസ്സിലാവുന്നില്ല. വീണ്ടും വീണ്ടും അവരെ സന്തോഷിപ്പിക്കുക, ഇവർ സന്തോഷിപ്പിക്കുന്നു വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ അതൃപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒന്നെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരുടെ അവസ്ഥയിൽ നിന്ന് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈശ്വരൻ നമുക്ക് ബുദ്ധി, വിവേചന ബുദ്ധി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം തന്നിട്ടുള്ളത്. പഠിക്കുക. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല, സന്തോഷം തരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പം ആഗ്രഹം വെക്കാം, സങ്കല്പം വെക്കാം, പക്ഷെ അത് നടന്നിട്ടേ ഞാൻ സന്തോഷിക്കൂ എന്നുള്ള നിർബന്ധ ബുദ്ധി ഒഴിവാക്കിയേ പറ്റും. അത് നമ്മളെ വീണ്ടും വീണ്ടും അതൃപ്തിയിലേക്ക് തന്നെ തള്ളിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ആഗ്രഹപൂർത്തീകരണങ്ങൾ സന്തോഷം തരുവാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ ഏറ്റവും വലിയ സന്തോഷവാനാവണ്ടേ? ഏറ്റവും വലിയ പ്രശസ്തൻ ഏറ്റവും വലിയ സന്തോഷവാനാവണ്ടേ? അവരൊക്കെ സന്തോഷത്തിലാണോ? ആണോ? അല്ല, നമ്മളെ കഴിഞ്ഞും വലിയ പ്രശ്നത്തിലാണ്. നമുക്ക് കടം ചിലപ്പം ഒരു 2 ലക്ഷം രൂപയായിരിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അദാനിക്ക് കടം 400 കോടിയാണ്. ഏറ്റവും വലിയ ധനവാനെ, അവിടെ കോടികളുടെ കടം. ഇവിടെ നമുക്ക് ലക്ഷങ്ങളുടെ പ്രശ്നം. അവിടെ പുള്ളിക്ക് കോടികളുടെ പ്രശ്നം, നമുക്ക് ഇവിടുത്തെ ഇത് പ്രശ്നം. അപ്പം നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് വിദേശത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര തൃപ്തിയോടും സന്തോഷത്തോടും കൂടിയിട്ടായിരിക്കുന്നതെന്ന്. അവിടെ ചെന്നവരുടെ അവസ്ഥ അവിടെ ചെന്നവർക്കേ അറിയുള്ളൂ അല്ലേ. ആകപ്പാടെ പെട്ടുപോയ കാരണം അവിടെ നിൽക്കുന്ന പലരുടെയും, എല്ലാവരും അങ്ങനെയൊന്നും പറയുന്നില്ല. അവിടെ ഞാൻ പറഞ്ഞ അതാണ്, അവിടെ ചെന്നാൽ ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഈ അവസ്ഥയിൽ സന്തോഷത്തോടു കൂടിയിട്ടിരിക്കാനുള്ള തീരുമാനം. ആ തീരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ചെന്നാലും എന്ത് ചെയ്യാം, സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കാം. അതല്ലാതെ നമ്മുടെ സാഹചര്യമൊക്കെ അനുകൂലമായിട്ടും നമ്മുടെ വ്യക്തികളൊക്കെ നമുക്ക് മനോഹരമായിട്ട് പെരുമാറിയിട്ടും എല്ലാവരും എന്നെ സ്നേഹിച്ചിട്ടും ഒക്കെ നമ്മൾക്ക് സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കേണ്ട. അപ്പം ഈ ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാവും നമുക്ക്. ഉണ്ടാവുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഉള്ളിലാണ് എല്ലാ സന്തോഷവും ഉള്ളെന്നുള്ളത് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ശക്തമായിട്ട് ഉറച്ചു കഴിയുമ്പോൾ ഇനി ഒന്നും വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതുകൊണ്ട് മാത്രമേ നമുക്ക് പറ്റുള്ളൂ അത്. ആ എല്ലാ ദിവസവും കുറച്ച് സമയം ആ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ധ്യാനാവസ്ഥയിലിരിക്കുന്നത്, അതങ്ങനെ ഉറച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പുറത്തു നിന്നുള്ളതിനെ കഴിഞ്ഞ് ഒക്കെ വലിയ സന്തോഷം എവിടെയാണ് കിട്ടുന്നത്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് ഉറച്ചു കഴിയുമ്പോൾ നമ്മുടെ ഭക്തിയിൽ നമ്മൾ ഉയരാൻ വേണ്ടിയിട്ട് തുടങ്ങും.
അപ്പം പിന്നെ നമുക്ക് എല്ലാവരോടുമുള്ള വിദ്വേഷമൊക്കെ ഇല്ലാതാവും, നമുക്ക് ബാക്കിയുള്ളവരോടൊക്കെയുള്ള വെറുപ്പില്ലാതാവും, നമ്മുടെ സ്നേഹത്തിൽ നമ്മളങ്ങോട്ട് ഉയരാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നെ അവരും തമ്മിലൊന്നും, ഞാനും അവരും തമ്മിലൊന്നും വേറൊരു വ്യത്യാസവും ഇല്ല എന്നുള്ള സത്യത്തിലേക്ക് നമ്മൾ പതിയെ 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 ഉയരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പം ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പം ആഗ്രഹം വെക്കണം, ആഗ്രഹമൊക്കെ വെക്കാം. ആഗ്രഹം ഇല്ലാതെ എന്തായാലും നമുക്ക് സാധാരണ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, അല്ലേ? ഉറപ്പായിട്ടും വേണ്ട. പക്ഷെ അത് സാധിച്ചിട്ട് സന്തോഷിക്കുന്നത്, അതും സന്തോഷമായിട്ട് ബന്ധപ്പെടുത്തരുത്. ആഗ്രഹ പൂർത്തീകരണവും സന്തോഷവുമായിട്ട് ഒരു കാരണവശാലും ബന്ധപ്പെടുത്തരുത്. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആഗ്രഹം സാധിച്ചാലും ഇല്ലെങ്കിലും എന്താണ്, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ആര് തീരുമാനിക്കണം? നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല. ആര് തീരുമാനിക്കണം? ഞാൻ തീരുമാനിക്കും. ഞാൻ അത് മാത്രമേ നമ്മളെ സന്തോഷിപ്പിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ് കറക്റ്റ് സമയത്ത് തന്നെ അവസാനിക്കുകയാണ്. ഇന്നലെ പറഞ്ഞ പോലെ ഇനി ഭക്ഷണം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരോടും ഷെയർ ചെയ്ത് കഴിക്കും.